പൗരാണിക നഗരമായ മുസീരിസ് പട്ടണത്തിൻ്റെ പട്ടണം വാർഡിലാണ് നമ്മളുള്ളത്. ഇവിടെ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UK മദനും പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടണം ഡിവിഷനിൽ മത്സരിക്കുന്ന MA സുധീഷുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് ഈ ഒരു ദിവസം മുഴുവനും വാർഡിലെ അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുവാനും വോട്ടുകൾ അഭ്യർത്ഥിക്കുവാനും തയ്യാറായാണ് ഇവർ രാവിലെ മുതൽ ഡിവിഷൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നമസ്കാരം. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? നന്നായിട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ നന്നായിട്ട് വർക്കിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നന്നായിട്ട് നല്ല വലിയ സ്ക്വാഡുകളാണ് ഇറങ്ങിയത്. ദിവസങ്ങളിലായതുകൊണ്ട് കിട്ടുന്ന പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് വട്ടമൊക്കെ വീടുകളിൽ സ്ക്വാഡ് വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്ര വിജയം നേടിക്കൊടുക്കുവാനായിട്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം 2010 മുതൽ 20 വരെ UDF ഭരിച്ചൊരു പഞ്ചായത്താണിത്. 2020 LDF ചരിത്രത്തിലില്ലാത്ത വിധം വലിയ വിജയമാണ് നേടിയത്. 18 വാർഡിൽ 14 വാർഡും LDF കരസ്ഥമാക്കി കഴിഞ്ഞ വർഷം 5 വർഷക്കാലം ഞങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. ഞാൻ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ചിറ്റാറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള നൂതന പദ്ധതികൾ കൊണ്ടുവന്നൊരു പഞ്ചായത്താണ്. സൗരഗ്രാമം പോലെയുള്ള സോളാർ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ അംഗീകാരം നേടിയെടുത്തൊരു പദ്ധതിയാണ്. അതിപ്പോൾ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും ആ പദ്ധതി നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്ന ഒരു പദ്ധതി, അത് ഇന്ത്യയിൽ തന്നെ അത് നടപ്പാക്കുന്ന 2ാമത്തെ പഞ്ചായത്താണ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത്. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതും ആഗോളതാപനം നമ്മുടെ അന്തരീക്ഷത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അപ്പം നമ്മുടെ നാടിൻ്റെ ഭാവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ നെറ്റ് സീറോ കാർബണിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്നു. വലിയ രീതിയിലുള്ളൊരു മാറ്റം അത് ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പശ്ചാത്തല മേഖലയിൽ ഈ വാർഡിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചത്? ഈ വാർഡിൽ പശ്ചാത്തല മേഖലയിൽ റോഡുകൾ എല്ലാം പരമാവധി നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടാണ് കൂടുതലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ഇവിടുത്തെ MLA നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് LDF ഭരണസമിതി ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് MLA ഫണ്ടൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ നമുക്ക് പരമാവധി ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷവും നമുക്കത് തുടരാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുധീഷ് ചേട്ടൻ തുടങ്ങി വെച്ച ആ ഒരു പ്രവർത്തനങ്ങൾ അത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് മദനൻ ചേട്ടനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ തോന്നുന്നു? തീർച്ചയായും അതിൻ്റെ ഭരണ തുടർച്ച ഉണ്ടായാൽ ഈ 15ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും. പ്രത്യേകിച്ച് ചരിത്രമിറങ്ങുന്ന നമ്മുടെ മുസ്ലിസ് പദ്ധതി ഇപ്പം നിർജ്ജീവമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. അത് നമുക്ക് ശക്തമായി മുമ്പോട്ട് കൊണ്ടുവരണം. മുസ്ലിസിൻ്റെ പേരിലാണ് ഇനി ഈ വാർഡ് അറിയപ്പെടാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ അഭിമാനകരമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ മുസ്ലിസ് പദ്ധതി ഇതുവരെയും ഇവിടെ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ വാർഡിൻ്റെ ഒരു പരാതി ഉള്ളത്. അത് തീർച്ചയായിട്ടും പരിഹരിക്കുന്നതിനായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ ചില പ്രദേശങ്ങൾ വളരെ മോശമായിട്ടുള്ള ഇതുണ്ട്. അന്ന് നമ്മുടെ കൂട്ടിച്ചേർത്തിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. 15ാം വാർഡിലേക്ക് പുതുതായിട്ട് രൂപീകരിച്ചപ്പോൾ ആ ഭാഗത്താണ് കുറച്ച് മോശമായ രീതിയിലുള്ള ഇത് കാണുന്നത്. പക്ഷേ അത് പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഈ 15ാം വാർഡിനെ സമഗ്രമായ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമെന്നാണ് 15ാം വാർഡിൽ നിന്നുകൊണ്ട് പറയുന്നത്. പിന്നെ ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് നിരവധി വർഷങ്ങളായിട്ട് നമ്മളിവിടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അതിന് എല്ലാ മേഖലയിലും പാലിറ്റീവ് കെയറിൻ്റെ മേഖലയിലായാലും പിന്നെ റെസിഡൻ്റ് അസോസിയേഷൻ്റെ മേഖലയിലായാലും ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലും വിവിധ മേഖലകളിൽ ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് മികച്ചൊരു വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് ഈ ഭരണം നമുക്ക് തുടർച്ച കിട്ടണം. ഈ തുടർച്ചയായിരിക്കും നമുക്ക് പിന്നീട് സംസ്ഥാന തലത്തിലേക്കും വ്യാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയും എല്ലാ മേഖലകളിലും വികസനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മൾ മത്സരിക്കുമ്പോൾ ആ ഒരു ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു വാർഡിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 7 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് പട്ടണം ഡിവിഷൻ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുസ്ലിസ് പൈതൃക പദ്ധതി കേരളത്തിൽ
തുടങ്ങാൻ കാരണമായത് പട്ടണത്ത് കണ്ടെത്തിയ കണ്ടെത്തലുകളാണ്. മുസിരിസ് തുറമുഖ നഗരം എന്ന നിലയിൽ കണ്ടെത്തിയ ഒരുപാട് ചരിത്ര അവശിഷ്ടങ്ങൾ നമ്മുടെ ഇവിടുന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം പദ്ധതിയായിട്ട് പിന്നീട് അത് മാറുകയാണ് ഉണ്ടായത്. മുസിരിസ് പൈതൃക ടൂറിസം പദ്ധതി എന്ന പേരിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് മാറി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പട്ടണം പ്രദേശം എന്ന് പറയുന്നത് 4 വാർഡുകൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ 4 വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പട്ടണം പ്രദേശത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മാരിടൈം മ്യൂസിയം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10-15 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളതൊരു പഞ്ചായത്ത് ഇത്തവണത്തെ പ്രകടന പത്രികയിൽ അതിനൊരു കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് മുസിരീസ് മാരിടൈം മ്യൂസിയം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. മുസിരീസ് വാർഡിൻ്റെ മാത്രമല്ല, പട്ടണം ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ തൊഴിലവസരങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഒട്ടേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വലിയ ഇടമായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ NH66 തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്നു. NH66 നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി വലിയൊരു മാറ്റം, ഒരു ടൗൺഷിപ്പായിട്ട് ഈ പ്രദേശം മാറാൻ പോവുകയാണ്. ആ ഒരു ടൗൺഷിപ്പ് ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി വിഭാവനം ചെയ്തൊരു പ്രകടന പത്രികയാണ് ഈ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ LDF പ്രകടന പത്രികയായിട്ട് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രകടന പത്രിക കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ സംസ്ഥാന സർക്കാർ ചെയ്തതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങൾ നടപ്പാക്കി. അപ്പോൾ ഈ ടൗൺഷിപ്പ് പോലെയുള്ള പദ്ധതികൾ അത് നമുക്ക് ജനങ്ങൾക്കും നാടിനുമേറെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഒട്ടേറെ സഹായങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അത് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തനം നല്ല രീതിയിലാണ് നമ്മുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100% നമ്മുടെ ആൾ ജയിക്കും. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും നല്ല ഇതായിട്ടുള്ള ചേട്ടന്മാരും ഇതായിട്ടുള്ളവരാണ്. അത് രാവിലെ തുടങ്ങിയ ഒരു ഇലക്ഷൻ പ്രചരണമാണ്. അത് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായിരിക്കുകയാണ്. ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ആ ചൂടിൻ്റെ കൂടെ നമുക്ക് ഒരു നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ട് നമ്മളുടെ സ്ഥാനാർത്ഥിയുമായിട്ടിരുന്നു കൊണ്ട് നമുക്ക് ചർച്ചകൾ തുടരാം. സുധിഷേട്ടാ, നമ്മളുടെ ഈ ഡിവിഷനിൽ വിവിധ വാർഡുകളുണ്ടല്ലോ, അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിൽ പോകുന്നു? നമ്മുടെ പട്ടണം ഡിവിഷനിൽ 7 വാർഡുകളാണുള്ളത്. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ 1, 2, 3 വാർഡുകളും 15-ാം വാർഡ്, 18-ാം വാർഡ്, 19, 20 അങ്ങനെ 7 വാർഡാണ് വരുന്നത്. അതിൽ 1-ാം വാർഡിൽ മത്സരിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥി സെമീറ ഉണ്ണികൃഷ്ണനാണ്. നിലവിലെ പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. വികസന പ്രവർത്തനങ്ങളിൽ മികച്ച നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ള സെമീറയാണ് 1-ാം വാർഡിൽ വീണ്ടും. ജനറൽ സീറ്റാണ്, എന്നാൽ വീണ്ടും ജനവിധി തേടുകയാണ് ആത്മവിശ്വാസത്തോടെ. 2-ാം വാർഡിൽ മത്സരിക്കുന്നത് TT ദേവദാസാണ്. ഉണ്ണി എന്ന് വിളിക്കുന്ന ദേവദാസാണ്. CPIഎമ്മിന് വേണ്ടി മത്സരിക്കുന്നു. 3-ാം വാർഡിലെ യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ റിജു എന്ന് പറയുന്ന DYFIയുടെ ഒരു നേതാവാണ് മത്സരിക്കുന്നത്. അത് നമ്മുടെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വാർഡാണ്. അവിടെ ഈ 3 വാർഡുകളിൽ നിലവിൽ LDFൻ്റെ മെമ്പർമാർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 15-ാം വാർഡിൽ വാസന്തി പുഷ്പൻ എന്ന് പറഞ്ഞ മെമ്പറായിരുന്നു 2 ടേം ഉണ്ടായിരുന്നത്. ഇത്തവണ UK മദനൻ മത്സരിക്കുന്നു. 18-ാം വാർഡിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ലൈബി സാജുവാണ് മത്സരിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ LP സ്കൂളുകളുടെ വികസനത്തിലും ആരോഗ്യ മേഖലയിലൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് വീണ്ടും ജനറൽ സീറ്റിൽ ലൈബി സാജു ജനവിധി തേടുന്നത്. 19-ാം വാർഡിൽ മത്സരിക്കുന്നത് ആതിര എന്ന് പറയുന്ന പുതിയ ഒരു ചെറുപ്പക്കാരിയാണ്. നല്ല ഊർജ്ജസ്വലതയോടുകൂടി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആതിര. 20-ാം വാർഡിൽ മത്സരിക്കുന്നത് 20-ാം വാർഡിലെ നിലവിലെ മെമ്പർ ഞാനായിരുന്നു. അവിടെ മത്സരിക്കുന്നത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലുടനീളം മികച്ച പഞ്ചായത്ത് എന്ന പേര് നേടിക്കൊടുത്ത ശാന്തിനി ഗോപകുമാറാണ്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് 20-ാം വാർഡിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം ഈ ഡിവിഷൻ ഉൾപ്പെടുന്നത് മൂത്തുകുന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. മൂത്തുകുന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ പ്രസിഡന്റ് ലീന വിശ്വനാണ് മൂത്തുകുന്നം ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 7 ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ബ്ലോക്കിലേക്ക് ഞാനും ജില്ലാ പഞ്ചായത്തിലേക്ക് ലീന വിശ്വനും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും സിറ്റിംഗ് സീറ്റാണിത്. ബ്ലോക്കിലും നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ മെമ്പറായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന സിംന സന്തോഷാണ്
നിലവിലെ ഈ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ചിരുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് ഇതൊന്നും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം അത് വീണ്ടും നിലനിർത്തുവാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതായിരുന്നാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടെ 7 വാർഡിലെ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷം വളരെ ആത്മവിശ്വാസത്തോടു കൂടെ നിർത്തിയിരിക്കുന്നവരാണ്. ആ ആത്മവിശ്വാസം അത് കാത്തുസൂക്ഷിക്കുവാനും ഇടതിൻ്റെ കോട്ട കാത്തുസൂക്ഷിക്കുവാനും തയ്യാറാവുകയാണിവർ. ഒപ്പം തന്നെ വികസന പദ്ധതികൾ അത് കൃത്യമായി നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുകയും ഒപ്പം നമ്മളുടെ മുസീരീസ് പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ ടൂറിസം കേന്ദ്രമായി വളർത്തും എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഈ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട MA സുധീഷ്, ഞങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട സുധീഷ് ചേട്ടനും സഹപ്രവർത്തകർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരുകയാണ്. ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റബല്ലോ.